ഹായ് ഓൾ, വെൽക്കം ടു സ്കോറിംഗ് കീ. ലിവറേജ് എന്നുള്ള പാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലിവറേജ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് ഒന്ന് ഫോളോ ചെയ്യാം. ലിവറേജിൻ്റെ ജസ്റ്റ് റിവിഷൻ നോക്കാം. ലിവറേജ് മീൻസ് എ ഫേം എബിലിറ്റി ടു യൂസ് ഫിക്സ്ഡ് കോസ്റ്റ് അസറ്റ് ഓർ ഫണ്ട് ടു ഇൻക്രീസ് റിട്ടേൺ ഇറ്റ്സ് ഓണേഴ്സ്. നമ്മൾ ബിസിനസ് ഫിനാൻഷ്യൽ സ്ട്രക്ചറിലേക്ക് ഫിക്സ്ഡ് കോസ്റ്റ് അസറ്റും ഫിക്സ്ഡ് കോസ്റ്റ് ഫണ്ടും കൊണ്ടുവന്നിട്ട് നമ്മളെ ബിസിനസ്സിന്റെ ഇൻകം വർദ്ധിപ്പിക്കുകയാണ് ലിവറേജ് എന്ന് പറയാം. അപ്പോൾ ഈ ലിവറേജിൽ രണ്ട് മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ആണ്, ഒന്ന് ഫിക്സ്ഡ് കോസ്റ്റ് അസറ്റും ഫിക്സ്ഡ് കോസ്റ്റ് ഫണ്ടും. അപ്പോൾ ലിവറേജിന്റെ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആണ്: ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈൻഡ് ലിവറേജ്. ഓക്കെ, ഫസ്റ്റ് ലിവറേജ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് മെയിൻ ആയിട്ട് ഫിക്സ്ഡ് കോസ്റ്റിന്റെ ഇമ്പാക്റ്റ് ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നോക്കുന്നത്. അഥവാ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിക്സ്ഡ് കോസ്റ്റ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ്. അഥവാ EBITയും സെയിൽസും തമ്മിലുള്ള റിലേഷൻ ആണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ യൂസിങ് ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസിങ് അലോങ് വിത്ത് ഇക്വിറ്റി. ഇക്വിറ്റിന്റെ കൂടെ ഫിക്സ്ഡ് കോസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസിങ് യൂസ് ചെയ്യാം. ഫിക്സ്ഡ് കോസ്റ്റ് സോഴ്സ് ഓഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ പ്രിഫേർഡ് സ്റ്റോക്കും ഡെപ്റ്റും. നമുക്കറിയാം ബിസിനസ്സിലേക്ക് ഡെപ്റ്റ് നമ്മൾ അറൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്യണം. അതേപോലെ തന്നെ പ്രിഫറൻസ് ഷെയർ ആണ് നമ്മൾ പ്രിഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് റിട്ടേണും കൊടുക്കണം. അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് ഫിനാൻസിങ് എന്ന് പറയാനുള്ള കാരണം ഈ ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഫിക്സ്ഡ് റേറ്റ് ഓഫ് റിട്ടേണും നമ്മൾ പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് പ്രിഫറൻസ് ഷെയറും ഡെപ്റ്റും ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതാണ് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ ലിവറേജ് പറയാം. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജിന്റെ കാൽക്കുലേഷൻ EBIT ഡിവൈഡഡ് ബൈ EBT. Alternative formula percentage of change in EPS divided by percentage of change in EBIT. ഇവിടെ EPSും EBITയും തമ്മിലുള്ള റിലേഷൻ ആണ് ഫിനാൻഷ്യൽ ലിവറേജിൽ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് കമ്പൈൻഡ് ലിവറേജ്. അഥവാ ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും കൂടിയിട്ടുള്ളതാണ് കമ്പൈൻഡ് ലിവറേജ്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ഇൻറ്റു EBIT ഡിവൈഡഡ് ബൈ EBT ആണ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. അഥവാ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ആണ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജിന്റെ ഇക്വേഷൻ. നമുക്ക് നോക്കാം. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് സിക്കൽ ടു പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EPS ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ്. EPSും സെയിൽസും തമ്മിലുള്ള റിലേഷൻ ആണ് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് സൂചിപ്പിക്കുന്നത്. സിമ്പിളായിട്ട് ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് സിക്കൽ ടു ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്. ഇത്രയാണ് ലിവറേജിൽ ബേസിക് ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം. എന്താണ് ലിവറേജ്, അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഇക്വേഷൻസ് ആണ് ലിവറേജിൽ നമ്മൾ കോൺസെപ്റ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത്. ഈ ലിവറേജ് എന്നുള്ള പാർട്ട് എങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ചോദ്യമാണ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് അറൈസസ് ബിക്കോസ് ഓഫ് എ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ബി ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ്, സി വേരിയബിൾ കോസ്റ്റ്, ഡി നൺ ഓഫ് ദ എബോവ്. നമുക്ക് ആൻസറിലേക്ക് പോവാം. എ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് നോക്കാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ പറഞ്ഞു ഫിക്സ്ഡ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പോൾ നമുക്ക് അതിന്റെ എയിലേക്ക് ഡയറക്റ്റ് ആൻസർ പോവാം. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ് പറഞ്ഞാൽ ഡിബഞ്ചറിലാണ് വരിക, അത് എന്താണ് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. സി വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവില്ല, ഡി നൺ ഓഫ് ദ എബോവ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലേക്ക് ആൻസറിലേക്ക് പോവാം. നെക്സ്റ്റ് ചോദ്യം, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഹെൽപ്സ് ഇൻ അനാലിസിസ് ഓഫ് എ ബിസിനസ് റിസ്ക്, ബി ഫിനാൻസിങ് റിസ്ക്, സി പ്രൊഡക്ഷൻ റിസ്ക്, ഡി ക്രെഡിറ്റ് റിസ്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ എ ബിസിനസ് റിസ്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ബിസിനസ് റിസ്ക് എന്ന് ചോദിച്ചാൽ, ബി ഫിനാൻസിങ് റിസ്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിനാൻഷ്യൽ ലിവറേജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബിസിനസ്സിലേക്ക് നമ്മൾ ഡെപ്റ്റും പ്രിഫറൻസും സോഴ്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻസിങ് എന്ന് പറയാം. അപ്പോൾ ഫിനാൻസിങ് റിസ്ക് മെയിൻ ആയിട്ട് ഫിനാൻഷ്യൽ ലിവറേജ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. പ്രൊഡക്ഷൻ റിസ്ക് അല്ല, ക്രെഡിറ്റ് റിസ്ക് നമ്മൾ ബാധിക്കുന്ന കാര്യമല്ല. ബിസിനസ് റിസ്ക് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് നമുക്കറിയാം ബിസിനസിന്റെ ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഈ ഓപ്പറേഷൻ ഡയറക്ട്ലി എഫക്ട് ചെയ്യുന്നത് ബിസിനസ് റിസ്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഓപ്പറേറ്റിംഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസിനെ മൊത്തമായിട്ട് ബാധിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ബിസിനസ് റിസ്കുമായിട്ടാണ്. അടുത്ത ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്റ്റഡീഡ് വിത്ത് ഹെൽപ്പ് ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ്? ഫിനാൻഷ്യൽ ലിവറേജ്: എ മാർക്കറ്റിംഗ് റിസ്ക്, ബി ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക്,
സി ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്, ഡി ഫിനാൻസിങ് റിസ്ക്. നമുക്ക് നോക്കാം. ആൻസർ ഡി ഫിനാൻസിങ് റിസ്ക്. അപ്പോൾ എയും സിയും നമ്മൾ പ്രശ്നമല്ല, പക്ഷെ ബിയും ഡിയും നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് അല്ല, ഫിനാൻസിങ് റിസ്ക് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് അല്ല, ഫിനാൻഷ്യൽ റിസ്ക് തന്നെയാണ് ഫിനാൻഷ്യൽ ലിവറേജ്. നമ്മൾ പറഞ്ഞു ഫിനാൻസ് ചെയ്യാണ്, ബിസിനസ്സിലേക്ക് ഡെപ്റ്റും പ്രിഫറൻസും ഫിനാൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയാം. അപ്പൊ ഡി ഫിനാൻഷ്യൽ റിസ്ക്. അടുത്ത ചോദ്യം, കമ്പൈൻഡ് ലിവറേജ് ഈസ് ഒബ്റ്റൈൻഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ് ബൈ ദെയർ എ അഡീഷൻ, ബി സബ്സ്ട്രാക്ഷൻ, സി മൾട്ടിപ്ലിക്കേഷൻ, ഡി എനി ഓഫ് ദിസ്. സോ ആൻസർ ഈസ് സി മൾട്ടിപ്ലിക്കേഷൻ. നമുക്കറിയാം കമ്പയർഡ് ലിവറേജ് സിക്കൽ ടു ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ് കമ്പയർഡ് ലിവറേജ്. അപ്പൊ നമുക്ക് സി മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ആൻസറിലേക്ക് പോവാം. ഇനി അടുത്ത ചോദ്യം, ഹൈ ഡിഗ്രി ഓഫ് ഫിനാൻഷ്യൽ ലിവറേജ് മീൻസ് എ ഹൈ ഡെപ്റ്റ് പ്രപ്പോർഷൻ, ബി ലോവർ ഡെപ്റ്റ് പ്രപ്പോർഷൻ, സി ഈക്വൽ ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി, ഡി നോ ഡെപ്റ്റ്. സോ ദ ആൻസർ ഈസ് ഹൈ ഡെപ്റ്റ് പ്രപ്പോർഷൻ. നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ ലിവറേജ് ഹൈ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ കൂടുതലായിട്ട് ഡെപ്റ്റ്, കൂടുതലായിട്ട് പ്രിഫറൻസ് ഷെയർ ഉണ്ടാകുമ്പോഴാണ് ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടാവുക. അപ്പോൾ ഹൈ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടാകുമ്പോൾ ഹൈ ഡെപ്റ്റ് പ്രപ്പോർഷൻ, കൂടുതലായിട്ട് ഡെപ്റ്റ് നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് കൂടുതലായിട്ട് ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടാകുക. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, ഫിനാൻഷ്യൽ ലിവറേജ് അറൈസസ് ബിക്കോസ് ഓഫ് എ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ബി വേരിയബിൾ കോസ്റ്റ്, സി ഇൻട്രസ്റ്റ് കോസ്റ്റ്, ഡി നൺ ഓഫ് ദ എബോവ്. സോ ദ ആൻസർ ഈസ് സി ഇൻട്രസ്റ്റ് കോസ്റ്റ്. അപ്പോൾ നമുക്ക് എ ഓപ്ഷൻ നോക്കാം. എ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഡയറക്ട്ലി എഫക്ട് വിത്ത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ബി വേരിയബിൾ കോസ്റ്റ് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യില്ല, ലിവറേജിൽ ഫിക്സ്ഡ് ഐറ്റംസ് മാത്രമേ വരുള്ളൂ. സോ ദ ആൻസർ ഈസ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. ഇൻട്രസ്റ്റ് കോസ്റ്റ് പറയുമ്പോൾ ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഇൻട്രസ്റ്റ് കോസ്റ്റ് വരിക. ഓക്കെ. അടുത്ത ചോദ്യമാണ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് എ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഇ ബി ഐ ടി, ബി EBIT plus PBT, C EBIT plus interest, D EBIT minus tax. So the answer is contribution divided by EBIT. നമ്മൾ ആ ഇക്വേഷൻ പാർട്ടിൽ ചർച്ച ചെയ്തു എന്താണ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് EBIT divided by contribution, EBIT divided by EBT, C EBT is equal to sales, D EBIT plus variable cost. സോ ദ ആൻസർ ഈസ് EBIT ഡിവൈഡഡ് ബൈ EBT. ഇത് നമ്മൾ ഇക്വേഷൻ പാർട്ടിൽ ചർച്ച ചെയ്താണ് ഫിനാൻഷ്യൽ ലിവറേജിന്റെ കാൽക്കുലേഷൻ. സോ നെക്സ്റ്റ് വൺ ഈസ് കമ്പൈൻഡ് ലിവറേജ് ക്യാൻ ബി യൂസ്ഡ് മെഷർ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ EBIT ആൻഡ് EPS, ബി PAT ആൻഡ് EPS, സി സെയിൽസ് ആൻഡ് EPS, ഡി സെയിൽസ് ആൻഡ് EBIT. സോ ദ ആൻസർ ഈസ് സെയിൽസ് ആൻഡ് EPS. നമ്മൾ അൾട്ടർനേറ്റീവ് ഡെഫിനിഷൻ, 3 ഡെഫിനിഷന്റെയും അൾട്ടർനേറ്റീവ് ഡെഫിനിഷൻ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതിൽ വരുന്ന കമ്പൈൻഡ് ലിവറേജ് ആണ് സെയിൽസ് ആൻഡ് EPS റിലേഷൻ. സെയിൽസ് ആൻഡ് EPS ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് വരുമ്പോഴാണ് സി വരാം. നമുക്ക് നോക്കാം, ഈ സെയിൽസും ആൻഡ് EBIT റിലേഷൻ മെയിൻ ആയിട്ട് വരിക ഓപ്പറേറ്റിംഗ് ലിവറേജിലാണ് സെയിൽസ് ആൻഡ് EBIT വരിക. അഥവാ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് ഇൻ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ്. EBITയും EPS വരാന്നാൽ അത് ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EPS ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT. ഇതാണ് അവിടെ വരിക. ഓക്കെ. സോ ദ നെക്സ്റ്റ് വൺ ഈസ് സെയിൽസ് ആൻഡ് EPS. അടുത്ത ചോദ്യം നോക്കാം, ബിസിനസ് റിസ്ക് ക്യാൻ ബി മെഷേർഡ് എ ഫിനാൻഷ്യൽ ലിവറേജ്, ബി ഓപ്പറേറ്റിംഗ് ലിവറേജ്, സി കമ്പൈൻഡ് ലിവറേജ്, ഡി നൺ ഓഫ് ദ എബോവ്. നമ്മൾ നേരത്തെ നോക്കിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ബിസിനസ് റിസ്ക് ഡയറക്ട്ലി എഫക്റ്റഡ് വിത്ത് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ റിസ്ക് ആണ് ഫിനാൻഷ്യൽ ലിവറേജ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് വൺ, ഫിനാൻഷ്യൽ ലിവറേജ് മെഷേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ EBIT ആൻഡ് PBT, EBIT ആൻഡ് EPS, സെയിൽസ് ആൻഡ് EBIT, സെയിൽസ് ആൻഡ് EPS. സോ ദ ആൻസർ ഈസ് EBIT ആൻഡ് EPS. EBITയും EPSും തമ്മിലുള്ള റിലേഷനാണ് ഫിനാൻഷ്യൽ ലിവറേജ്. നമുക്ക് മറ്റുള്ളത് നോക്കാം. സെയിൽസ് ആൻഡ് EBIT എന്ന് പറയുമ്പോൾ അത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. സെയിൽസ് ആൻഡ് EPS എന്ന് പറയുമ്പോൾ അത് കമ്പൈൻഡ് ലിവറേജ് ആണ്. അപ്പോൾ ആ ആൾട്ടർനേറ്റീവ് ഡെഫിനിഷൻ നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. യൂസ് ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഇൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. എ ഇൻക്രീസ്ഡ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ബി ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ ലിവറേജ്, സി ഡിക്രീസ്ഡ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡി ഡിക്രീസസ്. സോ ദ ആൻസർ ഈസ് ഇൻക്രീസ്ഡ് ഫിനാൻഷ്യൽ ലിവറേജ്.
നമുക്ക് ചോദ്യത്തിൽ തന്നെ മനസ്സിലാവും ഇവിടെ പ്രിഫറൻസ് ഷെയർ ആണ് യൂസ് ചെയ്യേണ്ടത്. പ്രിഫറൻസ് ഷെയർ എന്നുള്ള കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ ലിവറേജ് എന്നുള്ള ആൻസറിലേക്ക് എത്താം. പ്രിഫറൻസ് ഷെയർ ഡെപ്റ്റ് എന്നുള്ള ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിനാൻഷ്യൽ ലിവറേജിലേക്ക് എത്താം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് relationship between change in sales and change in EPS is measured by A. Financial leverage, B. Combined leverage, C. Operating leverage, D. None of the above. So the answer is B. Combined leverage. അപ്പോൾ ഈ ഒരു അൾട്ടർനേറ്റീവ് ഡെഫിനിഷൻ ഇത്രയും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അത് മെയിനായിട്ട് ഏത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നുള്ളതാണ് നമ്മൾ എന്തെങ്കിലും പഠിച്ചു വെക്കേണ്ടത്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്? Combined leverage is equal to OL plus FL. B. Combined leverage is equal to OL minus FL. C. Combined leverage is equal to OL into FL. D. Combined leverage is equal to OL plus FL. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. എ ഫേം ഹാസ് നോ ഡെപ്റ്റ്, വിച്ച് വൺ ഈസ് കറക്റ്റ്? ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് 1. ബി ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് 1. സി ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് 0. ഡി ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് 0. നോക്കാം. ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് 1. എ ഫേം ഹാസ് നോ ഡെപ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഡെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കത് ഫിനാൻഷ്യൽ ലിവറേജ് ആണെന്ന് മനസ്സിലാവും. അപ്പോൾ എയും സിയും നമുക്ക് എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യാം. പിന്നെ ബിയും ഡി ആണുള്ളത്. എപ്പോഴും ഫിനാൻഷ്യൽ ലിവറേജ് ആണെന്നുണ്ടെങ്കിലും ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണെന്നുണ്ടെങ്കിലും ലിവറേജ് എപ്പോഴും ഒന്നിന്റെ മുകളിലായിരിക്കും. അപ്പോൾ ഡെപ്റ്റോ പ്രിഫറൻസോ ബിസിനസ്സിൽ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ഫിനാൻഷ്യൽ ലിവറേജ് ആൻസർ ഒന്നിലധികമായിട്ടായിരിക്കും വരാം. പക്ഷെ ഡെപ്റ്റ് ഇല്ലാത്തൊരവസ്ഥ വരുമ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് ഒന്നായിരിക്കും. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ ഫിക്സ്ഡ് കോസ്റ്റ് ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് 1 ആയിരിക്കും. ഓക്കെ, സോ ദ ആൻസർ ഈസ് ബി, ഫിനാൻഷ്യൽ ലിവറേജ് ഈസ് 1. ഒരിക്കലും 0 അല്ല, ഫിനാൻഷ്യൽ ലിവറേജ് 1 ആണ് വരിക. നെക്സ്റ്റ് question, if a firm has a degree of operating leverage of 2.8, it means A, if sales increases by 28%, the EBIT will increases by 1%. B, if EBIT increases by 2.896, the EPS will increase by 1%. C, if sales rise by 1%, EBIT will rise by 2.8%. D, all of the above. ഓക്കെ, അപ്പോൾ ഈ അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. സോ ദ ആൻസർ ഈസ് ഇഫ് സെയിൽസ് റൈസ് ബൈ 1%, EBIT വിൽ റൈസ് ബൈ 2.8%. അപ്പോൾ ആ സെയിൽസിന് എന്താണ് 1% ചേഞ്ച്, EBITയിലേക്ക് 2.8% ചേഞ്ച് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം, ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇക്വേഷനിൽ ഒന്ന് ഇംപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ്. ഇവിടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2.8 ആണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2.6 കൊടുക്കാം. അപ്പോൾ 2 ആൻസർ വരണമെന്നുണ്ടെങ്കിൽ 2 ഡിവൈഡ് ബൈ 1. അഥവാ EBIT ഡിവൈഡ് ബൈ സെയിൽസ് 2.8 ഡിവൈഡ് ബൈ 1. അപ്പോൾ EBIT ഇവിടെ 2. സെയിൽസ് 1. സെയിൽസ് എന്താണ് 1% ചേഞ്ച്, അത് 2.8ലേക്ക് EBITയിലേക്ക് മാറും എന്നുള്ളതാണ് നമുക്ക്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം. സോ നമ്മൾ ലിവറേജ് എന്നുള്ളതിൻ്റെ ജസ്റ്റ് റിവിഷനും അതിൽ വന്ന ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ മെയിനായിട്ട് ഡീൽ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ ലിവറേജിൻ്റെ ക്ലാസ് കാണാത്തവർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വെച്ചിട്ട് ലിവറേജിൻ്റെ ക്ലാസ് കാണാം. പിന്നെ ഈ ഒരു എക്സാമിന് നമുക്ക് കൃത്യമായിട്ട് അക്കൗണ്ടിങ് പാർട്ട്, ലിവറേജ്, ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പാർട്ട്, മാനേജ്മെന്റ്, ബാങ്കിങ്, ഇങ്ങനെ ബേസിക് ആയിട്ട് BCom വരുന്ന പാർട്ടുകളാണ് നമ്മൾ കുറച്ചുകൂടി പഠിക്കേണ്ടത്. സോ ഇതിന്റെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ചെയ്യുക. പിന്നെ ഇതിന്റെ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഡിസ്കഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് ടെലഗ്രാമിൽ നടത്തുന്നുണ്ട്. ഡെയിലി ഗൂഗിൾ ഫോം വെച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ ടെലഗ്രാമിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഫ്രണ്ട്സ് സർക്കിൾ ഒന്ന് ഷെയർ ചെയ്യാം.